നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. റോഡിലെ വഴുക്കൽ മൂലം നടക്കാൻ പോലും സാധിക്കില്ല മണലൂർ പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള മഹാത്മ റോഡിൽ. ഇരുചക്രവാഹനങ്ങൾ തെന്നിവീണ് അപകടം പതിവാണിവിടെ. അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡ് ഉപയോഗിക്കാൻ പറ്റാതാക്കിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അരുകുകളിലൂടെ വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യമില്ലാതെ റോഡ് മുഴുവൻ ടൈൽ വിരിച്ചതാണ് അപകടക്കെണിയൊരുക്കിയിരിക്കുന്നത്. മഴ പെയ്താൽ വെള്ളം റോഡിൽ നിന്ന് കൃത്യമായി ഒഴുകിപ്പോകുന്നില്ല. ടൈൽ വിരിച്ചതിൻ്റെ അടിയിലും വെള്ളമാണ്. പതിവായി വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം പായൽ നിറഞ്ഞ് വഴുക്കുന്നത് മൂലം ഉപയോഗശൂന്യമായി കിടക്കുകയാണ് റോഡ്. ഇതുമൂലം പ്രദേശത്തെ നിരവധി വീട്ടുകാരാണ് യാത്രാ സൗകര്യമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത്. വിദ്യാർത്ഥികളടക്കം ഏറെ പണിപ്പെട്ടാണ് ഇതിലൂടെ പോകുന്നത്. നിർമ്മാണ സമയത്തു തന്നെ റോഡിൻ്റെ അശാസ്ത്രീയത പഞ്ചായത്ത് അംഗത്തെയും കരാറുകാരെയും ബോധ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും അത് വകവയ്ക്കാതെ നിർമ്മാണം നടത്തുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. റോഡ് ഉയർത്തി അരികിൽ കാന നിർമ്മിച്ചാലേ ഈ പാത ഉപയോഗിക്കാനാകൂ. കാരമുക്ക് പൂതൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹ മൂലമന്ത്രാർച്ചനയും വിശേഷാൽ പാനക നിവേദ്യവും നടന്നു. എല്ലാ മാസവും ചതുർത്ഥി നാളിൽ നടത്തുന്ന നരസിംഹ മൂലമന്ത്രാർച്ചനയ്ക്ക് ക്ഷേത്ര മേൽശാന്തി ബിനു വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സമിതി സെക്രട്ടറി പി വേണു, ട്രഷറർ കെ സൂര്യനാരായണൻ, എം പ്രദീപ്, വി പ്രമോദ്, UK ചന്ദ്രൻ, KM മഹേഷ്, മാതൃസമിതി അംഗങ്ങളായ അജിത ശ്രീനിവാസൻ, രഞ്ജിനി വേണു എന്നിവർ നേതൃത്വം നൽകി. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. DYFI ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായാണ് വലപ്പാട് മേഖലാ കമ്മിറ്റി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതുച്ചോറുകൾ വിതരണം ചെയ്തത്. പൊതുച്ചോറുകളുമായി പോകുന്ന വാഹനം CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം VR ബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. മേഖലാ പ്രസിഡന്റ് അമൽ T പ്രേമൻ അധ്യക്ഷനായി. അരുൺ ശിവജി, ലെനിൻ സോമൻ, EP അജയ് ഘോഷ്, ശൈലജ ജയലാൽ, മോഹനൻ മാസ്റ്റർ, VS സൂരജ് എന്നിവർ സംസാരിച്ചു. ഫിഷറീസ് വകുപ്പ് ചേറ്റുവ മത്സ്യഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദേശീയ മത്സ്യ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി മത്സ്യകർഷക സംഗമവും മത്സ്യകർഷക അവാർഡ് വിതരണവും നടത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. താനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. ചേറ്റുവ മത്സ്യഭവൻ എക്സ്റ്റൻഷൻ ഓഫീസർ AU ശ്രുതിമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, ജനപ്രതിനിധികളായ സീനത്ത് മുഹമ്മദ് അലി, സീന അനിൽകുമാർ, ആന്റോ തുറയൻ, ഷൈനി ബാലകൃഷ്ണൻ, സിജോ പുലിക്കോട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുഷമ എന്നിവർ സംസാരിച്ചു. പെരുങ്ങോട്ടുകര ഞാറ്റുവെട്ടി ശ്രീ കല്ലട ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹവനം, ഉഷപൂജ, എതിർത്തുപൂജ, പഞ്ചവിംശതി, കലശപൂജ, പഞ്ചഗവ്യ പൂജ, കലശാഭിഷേകം, മധ്യാഹ്ന പൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പ്രകാശൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് NV രാജേന്ദ്രൻ, സെക്രട്ടറി NS സുഖദൻ, ഗജാൻജി, NI രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. താന്യം കുടുംബശ്രീ മോഡൽ CDSന്റെ ഞാറ്റുവേല ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ സുജിത ദിനേഷ് അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, ജനപ്രതിനിധികളായ TP മായ, CL ജോയ്, ആന്റോ തുറയൻ, ശ്രീകല സന്തോഷ്, CDS ഉപജീവന ഉപസമിതി കൺവീനർ സരിത രാദീപ്, ബ്ലോക്ക് കോർഡിനേറ്റർ ഗഗന എന്നിവർ സംസാരിച്ചു. ചാഴൂർ കാട്ടുങ്ങൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശാഭിഷേകത്തിന്റെ ഭാഗമായി ഭഗവതി സേവ നടന്നു. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ഹോമകലശാഭിഷേകം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി മുല്ലങ്കത്ത് നന്ദകുമാർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രൻ, സെക്രട്ടറി ഗംഗാധരൻ, ഗജാൻജി രഞ്ജൻ, മുഖ്യരക്ഷാധികാരി അശോകൻ എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 6 മുതൽ തുടങ്ങിയ അനുബന്ധ നവീകരണ കലശവും മറ്റു വൈദിക കർമ്മങ്ങളും ജൂലൈ 12 വെള്ളിയാഴ്ച സമാപനം കുറിക്കും.
വലപ്പാട് കരയാമൂട്ടം സ്വദേശി കണ്ണൂത്ത് പ്രകാശിന്റെ മകൻ പ്രസാദ് ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും സുമനസ്സുകളുടെ സഹായം തേടുന്നു. അച്ഛനും അമ്മയും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായ ഇദ്ദേഹം ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് ജീവൻ നിലനിർത്തിപ്പോരുന്നത്. ചികിത്സകൾക്കും വീട്ടുചിലവിനും ഇപ്പോൾ നാട്ടുകാരും സുഹൃത്തുക്കളുമാണ് സഹായിച്ചു വരുന്നത്. വൃക്ക നൽകാൻ ഭാര്യ തയ്യാറാണ്. പക്ഷേ ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ തുക വലുതാണ്. സാമ്പത്തിക സഹായം നൽകി ഈ യുവാവിന്റെ ജീവൻ നിലനിർത്താൻ സഹായിക്കണമെന്ന് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റും ചികിത്സാ സഹായ സമിതി ചെയർപേഴ്സണുമായ ഷിനിത ആഷിഖ്, ജനറൽ കൺവീനറും വാർഡ് മെമ്പറുമായ അജ്മൽ ഷെരീഫ്, ട്രഷറർ ബിജോയ് പാണാട്ട് എന്നിവർ അഭ്യർത്ഥിച്ചു. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിച്ചു. നമസ്കാരം.